ഈ മനുഷ്യനുണ്ടല്ലോ, ഇദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞത് ഇദ്ദേഹത്തിന് ആൻസൈറ്റിയുടെ പീക്കാണ്. എന്ന് വെച്ചാൽ ഒരു വിജനമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ മരണഭയം ഉണ്ടായി വെപ്രാളം വന്ന് മരിക്കാൻ പോണ പോലെ തോന്നുന്ന ഒരു അവസ്ഥയിലൂടെയാണ് പുള്ളി പോണത്. ജീവിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞാനൊരു ഡോക്ടറല്ല, ഞാനൊരു സൈക്കോളജിസ്റ്റും അല്ല, ഞാനൊരു ലൈഫ് കോച്ചാണ്. നിങ്ങൾ ഒരു ഡോക്ടറിനെ അപ്രോച്ച് ചെയ്തിട്ട് ഈ കാര്യം പറയുന്ന, ഞാൻ ഇങ്ങനെ വരുന്ന എല്ലാവരോടും പറയണ ഇത് തന്നെയാണ്. പക്ഷെ എല്ലാം അവർ പരീക്ഷിച്ചു, ലാസ്റ്റ് ഹോപ്പ് എന്നുള്ള രീതിയിലാണ് പലരും എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം ഞാൻ ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അങ്ങനെ പുള്ളി അപ്പോയിൻമെൻ്റ് എടുത്തു. അപ്പം ഞാനിങ്ങനെ പുള്ളിയുടെ അടുത്ത് സംസാരിച്ച് വന്നപ്പം ആദ്യമൊന്നും ഇവരുടെ ഉള്ളിൽ ഇവർക്ക് പോലും അറിയാത്ത കാര്യങ്ങളാണ് ഉള്ളിൽ കിടക്കണേ. പുറത്ത് ആദ്യം ഇവരെല്ലാം പറയണമെന്നൊന്നുമില്ല. അപ്പം നമ്മൾ പല ട്രിക്കുകൾ ഉപയോഗിക്കും, പല രീതിയിൽ ഇവരോട് സംസാരിക്കും, ഫണ്ണായിട്ട് സംസാരിക്കും. അവസാനം ഇവരുടെ ഉള്ളിൽ നിന്ന് ഇത് പുറത്തേക്ക് വരും. അങ്ങനെ പുള്ളി പറഞ്ഞു, പുള്ളി സ്കൂൾ ടൈമിൽ കുഞ്ഞായിരുന്ന സമയത്ത് ഉള്ളിൽ കയറിയൊരു ഭയമാണ് ഇതെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രതീക്ഷ വന്നു. ഞാൻ പറഞ്ഞു, നമ്മളിനി തൻ്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പാസ്റ്റിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുള്ളിയുടെ കൂടെ പുള്ളിയുടെ പാസ്റ്റിലേക്ക് പോണ അങ്ങനെ ഒരു സംഭവമാണ്, അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ അവിടെ ചെയ്തത്. അങ്ങനെ പുള്ളിയുടെ ഉള്ളിൽ നിന്ന് ആ ഫിയർ എടുത്ത് പുറത്ത് കളഞ്ഞപ്പോൾ ഈവനിങ്, ഇത് മോർണിംഗ് രാവിലെ നടക്കണേ, ഈവനിങ് ആയപ്പോൾ പുള്ളി എനിക്ക് മെസ്സേജ് ചെയ്തു, ഞാൻ ഇന്ന് ഒരു ഒറ്റ മനുഷ്യരില്ലാത്ത വിജനമായിട്ടുള്ളൊരു സ്ഥലത്ത് പോയി, ഒരു ഫോറസ്റ്റ് പോലുള്ളൊരു സ്ഥലത്ത് പോയി, എന്നിട്ട് ഞാൻ അവിടെ നിന്നു, ഞാൻ ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അയച്ചു. ഞാൻ എത്ര ഹാപ്പി ആയെന്നറിയാം. എനിക്കറിയില്ല ഈ സന്തോഷം ഞാൻ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഓരോ മനുഷ്യരും ഞാനായിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ആയിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. ഞാൻ ജെന്യൂനായിട്ട് പറയാം, ഞാൻ ഓരോ മനുഷ്യർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാറുണ്ട് കിടക്കുന്നതിന് മുമ്പ്. എൻ്റെ മനസ്സിലിപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ്, നിങ്ങൾ ഓക്കെ ആവണം എന്നുള്ള. ശരിക്കും എനിക്ക് തോന്നുന്നു എൻ്റെ ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടാവും, എന്നെ ബ്ലെസ് ചെയ്യുന്നുണ്ടാവും. ഞാൻ അത്ര ജെന്യൂനായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്കിത് പറയണമെന്ന് തോന്നി, ഞാൻ പറഞ്ഞു. എന്തായാലും എനിക്ക് ആരോടെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്.